ഭാവിയെക്കുറിച്ച് ഏറെ പ്രതീക്ഷകളോടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന നമ്മുടെ കുട്ടികൾ പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്താണ്? അവരുടെ സ്വപ്നങ്ങളിൽ കരിനിഴൽ വീഴ്ത്തുന്ന വില്ലന്മാർ വീണ്ടും എങ്ങനെയാണ് അധ്യാപക വേഷം കെട്ടി കുട്ടികൾക്ക് മുൻപിലെത്തുന്നത്? ഇത്ര ദുർബലമാണോ നമ്മുടെ നിയമ സംവിധാനങ്ങൾ? കേരളത്തിലെ കണ്ണീരിലാക്കിയ നിതിൻ രാജിന്റെ മരണം നടന്ന് വെറും 20 ദിവസമായപ്പോഴേക്കും തിരുവനന്തപുരത്ത് വീണ്ടും ഒരമ്മയുടെ നെഞ്ചുപൊട്ടുന്ന നിലവിളി ഉയർന്നു. ബംഗളൂരുവിൽ നഴ്സിംഗ് പഠനത്തിന് പോയ കാച്ചാണി സ്വദേശി ആദിത്യനെയാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കോളേജ് അധികൃതർക്കും ഒരു അധ്യാപകനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആദിത്യന്റെ കുടുംബം ഉയർത്തുന്നത്. ലഹരി ഉപയോഗിക്കാഞ്ഞിട്ടും അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ അധ്യാപകൻ ശ്രമിച്ചു. ബംഗളൂരുവിലെ ഒരു അഭിഭാഷകന്റെ ഇടപെടലിന് ശേഷമാണ് പരാതി സ്വീകരിക്കാൻ പോലും കർണാടക പോലീസ് തയ്യാറായതെന്നും കുടുംബം പറയുന്നു. നിതിൻ രാജിന്റെ കുടുംബം നീതി തേടി അലയുമ്പോഴാണ് ഇരകളുടെ കൂട്ടത്തിലേക്ക് നിരപരാധിയായ ഒരു വിദ്യാർത്ഥി കൂടി എത്തുന്നത്. എന്ത് വിശ്വസിച്ചാണ് കുട്ടികളെ ഇത്തരം കോളേജുകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അയക്കുക? മറ്റ് വിദ്യാർത്ഥികൾ അടക്കം സാക്ഷ്യപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ എത്തിക്കാൻ വൈകുന്നത്? ഈ വാർത്തകളുടെ വിശദാംശങ്ങളാണ് പോലീസ് പട്രോളിൽ ആദ്യം. സ്വാഗതം. ബംഗളൂരുവിൽ ആത്മഹത്യ ചെയ്ത BSc നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. മകനെ കോളേജിൽ വെച്ച് അധ്യാപകൻ മാനസികമായി പീഡിപ്പിച്ചുവെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം പറയുന്നു. ആരോപണ വിധേയനായ അധ്യാപകൻ സന്ദീപ് പാണ്ഡയ്ക്കെതിരെ മറ്റൊരു വിദ്യാർത്ഥിയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ തെളിവുകളും പുറത്തുവന്നു. തിരുവനന്തപുരം കാച്ചാണിയിലെ വസതിയിലെത്തിച്ച ആദിത്യന്റെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചു. ബംഗളൂരു ബൊമ്മസന്ദ്ര BTL സ്കൂൾ ഓഫ് നഴ്സിംഗ് കോളേജിലെ BSc നഴ്സിംഗ് 2ാം വർഷ വിദ്യാർത്ഥി അരുവിക്കര കുളത്തുകാൽ സ്വദേശി AP ആദിത്യനെയാണ് കോളേജ് ഹോസ്റ്റൽ മുറിയിൽ ബുധനാഴ്ച ഉച്ചയോടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലയാളികളായ 4 വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു ഹോസ്റ്റൽ മുറിയിൽ ആദിത്യന്റെ താമസം. ബുധനാഴ്ച ആദിത്യൻ കോളേജിൽ എത്തിയിരുന്നില്ല. കോളേജിലേക്ക് വരുന്നില്ലെന്ന് രാവിലെ ആദിത്യൻ പറഞ്ഞതായി ഒപ്പം താമസിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നു. തുടർന്ന് ഹോസ്റ്റലിലേക്ക് എത്തിയ സുഹൃത്തുക്കൾ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ആദിത്യനെ കണ്ടെത്തുകയായിരുന്നു. ആദിത്യന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അച്ഛൻ S. പ്രദീപ് കുമാർ ആരോപിച്ചു. ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം മകനുമുണ്ടെന്ന് ആരോപിച്ച് സന്ദീപ് പാണ്ഡെ എന്ന അധ്യാപകൻ 20 ദിവസം മുൻപ് കുട്ടികളുടെ മുന്നിൽ വെച്ച് ആദിത്യനെ അപമാനിച്ചിരുന്നുവെന്ന് കുടുംബം പറയുന്നു. ഇന്നലെ കോളേജിൽ അവിടുത്തെ കുട്ടികൾ പറഞ്ഞത് ഒരു സന്ദീപ് പാണ്ഡെ എന്ന് പറഞ്ഞൊരു അധ്യാപകൻ്റെ പേരാണ് പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന 2 പേര് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ മോനെയും കൂടെ അതിൽ ഉൾപ്പെടുത്തി ഈ സന്ദീപ് പാണ്ഡെ എന്ന് പറയുന്ന സാറ് മറ്റുള്ള പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇവനും കൂടെ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഇൻസൾട്ട് ചെയ്തത്. ആ ഒരു കേസാഭിഷുവിന് വീട്ടിൽ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞ ഇങ്ങനൊരു സംഭവം കോളേജിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അതല്ലാതെ വേറൊരു വീട്ടിൽ ഒരു വിഷയമില്ലാതെ തലേദിവസം വിളിച്ചത് അമ്മയായിട്ട് സംസാരിച്ച് അതിന് മുമ്പത്തെ ദിവസം വീഡിയോ കോൾ വിളിച്ച് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു സാധ്യതയും ഇല്ല. ഇപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് ഇപ്പോഴാണ് പറഞ്ഞത്. ആദ്യം അമ്മയുടെ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ഡ്രഗ്സ് കൊടുക്കുന്നു എന്ന് എന്നെ ആദ്യം പറഞ്ഞു. എന്നിട്ട് പിള്ളേരുടെ ഇടയിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് പറഞ്ഞു, നീയാണ് കൊടുക്കുന്നത്, നിന്നെ പെടുത്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അങ്ങനെയല്ല. അപ്പോൾ പിള്ളേർ അവൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികളും പറഞ്ഞു ആദ്യം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ സാറ് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ആദ്യം നീ ചെയ്യില്ലെന്നറിയാം, പക്ഷേ ചെയ്യുന്നവരെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, നീ കാണിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ നല്ലപോലെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്ന് ക്ലാസ്സിൽ ചെന്നാലും ഇതിൻ്റെ ഈ ഒരു എന്തോ ഡ്രഗ്സിൻ്റെ പേര് പറഞ്ഞിട്ട് അവനെ അങ്ങനെ ചോദ്യം ചോദിക്കാൻ വേണ്ടി എണീറ്റ് നിർത്തിയാലും നീ അതല്ലേടാ എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യത്തെ ഫ്രണ്ട്സ് ഇന്നലെ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അവരെ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ പറഞ്ഞു ചേട്ടാ ആദ്യം അതിൽ വിഷമമുണ്ടെന്ന് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു. ആരോപണ വിധേയനായ അധ്യാപകൻ ആദിത്യനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി വെളിപ്പെടുത്തുന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ ഓഡിയോ സന്ദേശം ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പാവത്തിന്റെ മേലെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? അല്ലാതെ ഒരു വഴിയില്ല. ആ പയ്യനെ നമുക്കും അറിയാവുന്നേ, അവനിങ്ങനത്തെ ഒരു പ്രശ്നമുള്ളവനല്ല. സന്ദീപ് അവൻ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ചെന്നൊക്കെ ഞാനും അറിഞ്ഞ്. ഉപദ്രവിച്ചെന്നും ഹർഷൻ എന്തൊക്കെയോ ഇല്ലാത്ത കഥകൾ അയാളെ തലയെ വെച്ച് കൊടുത്തു, എന്തൊക്കെയോ ഇഷ്യൂ ആക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. സന്ദീപ് പാണ്ഡ്യ മറ്റൊരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചെന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അധ്യാപകനായ സന്ദീപ് പാണ്ഡ്യ ചില വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യാൻ നിർബന്ധിച്ചിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു.
ഇതിനായി അധ്യാപകൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്നും ഈ അധ്യാപകൻ കാരണം പല വിദ്യാർത്ഥികളും പഠനം നിർത്തി പോയിരുന്നുവെന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബം നീതി തേടി അലയുകയാണ്. മരണം നടന്ന് 1 മാസമാകാറാകുമ്പോഴും മുഖ്യപ്രതി ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ആയിട്ടില്ല. ലോണാപ്പുകാരുടെ ഭീഷണിയും മരണകാരണമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇക്കാര്യം കുടുംബം തള്ളുകയാണ്. നിതിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം കണ്ണൂർ ക്രൈംബ്രാഞ്ച് അടുത്തയാഴ്ച ഏറ്റെടുക്കും. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധം കനത്തതോടെയാണ് SIT-യിൽ നിന്ന് അന്വേഷണം സർക്കാർ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയത്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ലഭിക്കുന്നതോടെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഏറ്റെടുക്കുക. അടുത്ത ആഴ്ച അന്വേഷണം തുടങ്ങുമെന്നാണ് വിവരം. ആത്മഹത്യാ പ്രേരണ കേസിൽ കോടതി ജാമ്യം നിഷേധിച്ചിട്ടും 1-ാം പ്രതി ഡോക്ടർ MK റാമിനെ ഇനിയും പിടികൂടാനാകാത്തത് പ്രതിഷേധം ഉയർത്തുന്നതിനിടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത്. നിതിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം കണ്ണൂർ DIG-യെ കണ്ട് ആശങ്ക അറിയിച്ചിരുന്നു. അധ്യാപകന്റെ ജാതി അധിക്ഷേപത്തിൽ മനം നൊന്താണ് മകന്റെ മരണമെന്നാണ് നിതിന്റെ മാതാപിതാക്കൾ പറയുന്നത്. കേസ് അട്ടിമറിക്കാൻ ശ്രമമുള്ളതായും നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പിതാവ് രാജൻ പറഞ്ഞു. പോലീസ് DIG-ക്ക് കൈമാറിയതുകൊണ്ട്, കേസന്വേഷണം കൈമാറിയതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ DIG ഓഫീസിൽ പോയിരുന്നു. ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വന്നു. ഇന്നിപ്പോൾ ഇവിടെ അവധിയാണ്, നാളെ വരാനാണ് ഇരിക്കുന്നത്. പിന്നെ അന്വേഷണങ്ങൾ തൃപ്തികരമായി മുന്നോട്ട് ഇതുവരെയും പോയില്ലായിരുന്നു. പക്ഷേ ഇനി പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും ദിവസമായിട്ടും ഒരു പ്രതികളെ പോലും പിടിച്ചിട്ടില്ല. ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഒരു പ്രതികളെ പോലും പിടിക്കുകയോ ഒരു തെളിവ് പോലും ഹാജരാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രിൻസിപ്പൽ റൂമിൻ്റെ ആ വിഷ്വൽസ് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ബാക്കി വിഷ്വൽസ് ഒന്നും കണ്ടുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ അന്വേഷണം നല്ല രീതിയിൽ മുൻപോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം. 2-ാം പ്രതി ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് കോടതി ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ അന്വേഷണ സംഘം അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. റാമിനെ കണ്ടെത്താൻ അന്വേഷണ സംഘം ദിവസങ്ങളോളം ആന്ധ്രയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ഫോൺ കോളുകളും സന്ദേശങ്ങളും നിരീക്ഷിച്ചാണ് പോലീസ് ആന്ധ്രയിലെത്തിയത്. ഏപ്രിൽ 10-നാണ് നിതിൻ കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. ലോൺ ആപ്പ് ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ റിമാൻഡിലാണ്. ന്യൂസ് 18 കണ്ണൂർ. വഴിവിട്ട ബന്ധങ്ങൾ വലിയ ദുരന്തങ്ങളിൽ കലാശിക്കുന്ന സംഭവങ്ങൾ നിത്യേന എന്നോണം ആവർത്തിക്കുകയാണ്. തിരുവനന്തപുരം പോത്തൻകോടാണ് ഒടുവിലത്തെ സംഭവം. വെള്ളനാട് സ്വദേശികളായ ഭർതൃമതിയായ യുവതിയും യുവാവും പോത്തൻകോട് വെള്ളാനിക്കൽപ്പാറയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. 32-കാരി അർച്ചനയും 34 വയസ്സുള്ള ഷിബിനുമാണ് മരിച്ചത്. പരസ്പരം കൈകൾ കൂട്ടിക്കെട്ടി റബ്ബർ മരത്തിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. അർച്ചനയെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലെന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളാണിക്കൽ പാറയുടെ അടുത്തുള്ള ഒരു റബ്ബർ മരത്തിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈകൾ പരസ്പരം കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. 2 പേരുടെയും കൈയുടെ ഞരമ്പ് മുറിച്ചിട്ടുണ്ട്. പാറ സന്ദർശിക്കാനെത്തിയവരാണ് ആദ്യം മൃതദേഹങ്ങൾ കണ്ടത്. ഇവർ നാട്ടുകാരെ വിവരമറിയിച്ചു. തുടർന്ന് നാട്ടുകാരാണ് പോത്തൻകോട് പോലീസിനെ അറിയിച്ചത്. വെള്ളനാട് മിത്രനികേതൻ കരിക്കകത്തിൽ 34-കാരൻ ഷിബിൻ, വെള്ളനാട് മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന പ്രവീൺ കുമാറിന്റെ ഭാര്യ 32-കാരി അർച്ചന എന്നിവരാണ് മരിച്ചത്. ഇരുവരും അടുപ്പത്തിലായിരുന്നാണ് സൂചന. അർച്ചനയെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലെന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് അറിയിച്ചു.
ന്യൂസ് 18 പോത്തൻകോട്. ഇടുക്കി നെടുങ്കണ്ടം ഇരട്ട കൊലപാതകത്തിൽ പിതാവിന്റെ തിരോധാനത്തിലും അന്വേഷണം ഊർജിതമാക്കും. കൊല്ലപ്പെട്ട മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യു തോമസിനെ 2018 കാണാതായത്. മേരിക്കുട്ടിയെയും മൂത്ത മകൻ റിജിയെയും ഇളയ മകൻ സജി കൊലപ്പെടുത്തിയത് സ്ഥിരീകരിച്ചതോടെ തിരോധാന കേസിൽ തുടരന്വേഷണം വേണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനായി റിമാൻഡിൽ കഴിയുന്ന സജിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. മാർച്ച് 3 മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യു തോമസിനെ കാണാതായത്. പാസ്റ്ററായിരുന്നു ഇദ്ദേഹം. ഭാര്യയ്ക്കും മക്കളായ റെജിക്കും സജിക്കുമൊപ്പമാണ് മാത്യു താമസിച്ചിരുന്നത്. ഭിന്നശേഷിക്കാരിയായ ഇളയ മകൾ ജിജിയുടെ ചികിത്സക്കായി കട്ടപ്പന വെള്ളയാംകുടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം വീട്ടിൽ നിന്നും പോയതെന്നാണ് വീട്ടുകാർ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. മൂത്ത മകൻ റെജിയുടെ പരാതിയിൽ മാർച്ച് 9 പോലീസ് കേസെടുക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ കാര്യമായ അന്വേഷണം നടത്തി. നെടുങ്കണ്ടത്തെത്തിയ മാത്യു ബസ്സിൽ കയറിപ്പോകുന്നത് കണ്ടതായും വിവരം ലഭിച്ചു. എന്നാൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് കൃത്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. ഇതോടെ തൃപ്തികരമായ വിവരങ്ങൾ ലഭിച്ചാൽ അന്വേഷണം തുടരാമെന്ന് രേഖപ്പെടുത്തി അന്വേഷണം മാറ്റിവെക്കുകയായിരുന്നു. മേരിക്കുട്ടിയെയും മൂത്തമകൻ റെജിയെയും ഇളയമകൻ സജി കൊലപ്പെടുത്തിയത് സ്ഥിരീകരിച്ചതോടെ തിരോധാന കേസിൽ തുടരന്വേഷണം വേണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നു. സംഭവം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനായി റിമാൻഡിൽ കഴിയുന്ന സജിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ആറങ്ങോട്ടുകര കടുക്കശ്ശേരി സെഫിയ കൊലക്കേസ് പ്രതി ശരത്തുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇക്കഴിഞ്ഞ ഏപ്രിൽ 12 72-കാരി സെഫിയയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിലെ സ്വർണ്ണാഭരണങ്ങൾ കാണാതായതും മുറിവുകൾ കണ്ടെത്തിയതും ദുരൂഹതയുണർത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഏപ്രിൽ 12 രാത്രിയാണ് ആറങ്ങോട്ടുകര കടുകശ്ശേരിയിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിലെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലായിരുന്നു. ദേഹത്ത് മുറിവുകളും കണ്ടെത്തി. തുടർന്ന് ദുരൂഹത ആരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തിയതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 72-കാരി സെഫിയയുടെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. തുടരന്വേഷണത്തിൽ അയൽവാസിയായ വെട്ടുകാട് വീട്ടിൽ 28-കാരൻ ശരത്ത് പിടിയിലാവുകയായിരുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഹൃദയാഘാതം മൂലമാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ കാണാതായതും മുറിവുകൾ കണ്ടതുമാണ് പോലീസിന് സംശയമുണ്ടാക്കിയത്. തുടർന്ന് ശരത്തിനെ ചോദ്യം ചെയ്തതോടെയാണ് മോഷണ വിവരം പുറത്തുവന്നത്. മോഷണത്തിനായി വൃദ്ധയെ ആക്രമിച്ചപ്പോഴാണ് ഹൃദയാഘാതമുണ്ടായതെന്ന് വ്യക്തമായതോടെയാണ് കൊലക്കുറ്റം ചുമത്തിയത്. കാണാതായ സ്വർണ്ണാഭരണങ്ങൾ ശരത്തിന്റെ പക്കൽ നിന്നും കണ്ടെത്തിയിരുന്നു. സെഫിയയുടെ വീട്ടിലും പരിസര പ്രദേശത്തും പ്രതിയെ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. സ്വർണ്ണാഭരണങ്ങൾക്കായി വയോധികയെ ആക്രമിച്ചതു സംബന്ധിച്ച കാര്യങ്ങൾ പ്രതി പോലീസിനോട് വിവരിച്ചു. സെഫിയയുടെ വീട്ടിലെ നാളികേരവും മറ്റും കൊണ്ടുപോകുന്നതിന് സഹായിയായി എത്തിയിരുന്ന പ്രതിക്ക് വീടുമായി നല്ല ബന്ധമായിരുന്നു. കസ്റ്റഡി കാലാവധി തീരുന്ന മുറയ്ക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്യും. ന്യൂസ് 18 പട്ടാമ്പി. നിസ്സാര കാരണങ്ങൾക്ക് പോലും ആളുകളുടെ ജീവൻ എടുക്കാൻ മുതിരുന്നവരുടെ മനോനില എന്തായിരിക്കും? പൊതുസമൂഹത്തിൽ ജീവിക്കാൻ ഇത്തരക്കാർ അർഹരല്ലെന്നതിൽ ഒരു തർക്കവുമില്ല. എറണാകുളത്ത് സ്വന്തം വല്യച്ഛനെ ഒരു യുവാവ് കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് പെൺസുഹൃത്തുമായുള്ള വിവാഹത്തെ എതിർത്തതിന്റെ പേരിലാണ്. കേസിൽ പ്രതി അറസ്റ്റിലായി.
അയ്യപ്പൻകാവ് സ്വദേശിയായ അഭിജിത്ത് പ്രസാദിനെയാണ് കൊച്ചി നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുലർച്ചെ 6:30യോടെയായിരുന്നു സംഭവം. വല്യച്ഛൻ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പിന്നാലെ കാറിലെത്തിയ അഭിജിത്ത് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി വളരെ വേഗത്തിൽ പാഞ്ഞു വന്നാണ് കാർ ബൈക്കിലിടിച്ചതെന്ന പുറത്തുവരുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ വല്യച്ഛന് ഗുരുതരമായി പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വിവാഹത്തെ ചൊല്ലി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇവർക്കിടയിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. കുടുംബത്തിന്റെ പരാതിയിൽ നോർത്ത് പോലീസാണ് അഭിജിത്തിനെ അറസ്റ്റ് ചെയ്തത്. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുൻപ് സമാനമായ സംഭവത്തിൽ മാതാപിതാക്കളെയും അഭിജിത്ത് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നും പോലീസിന് പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മോഷ്ടാക്കൾ ഭീതി വിതയ്ക്കുന്നത് തുടരുകയാണ്. കോഴിക്കോട് മുഖത്ത് ഒരു ഗൃഹനാഥൻ പുലർച്ചെ 3 മണിയോടെ മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റപ്പോൾ വീടിന്റെ കോണിപ്പടിക്ക് സമീപം അപരിചിതനെ കണ്ട് ഞെട്ടി. അടുക്കളയിലേക്ക് ഓടിയ മോഷ്ടാവിന് പിന്നാലെ ഗൃഹനാഥൻ ഹാരിസ് ഓടി. ഇരുവരും തമ്മിൽ മൽപ്പിടുത്തമുണ്ടായെങ്കിലും ഹാരിസിനെ പരിക്കേൽപ്പിച്ച് മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. ഹാരിസിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. നെല്ലിക്കാപ്പറമ്പ് അങ്ങാടിക്ക് സമീപം താളത്തിൽ കോട്ടമ്മൽ ഹാരിസിന്റെ വീട്ടിലാണ് മോഷ്ടാവ് എത്തിയത്. മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റ ഹാരിസ് കോണിപ്പടിക്ക് സമീപം ഒരാൾ നിൽക്കുന്നത് കാണുകയായിരുന്നു. മകനാണെന്ന് വിചാരിച്ച് വിളിച്ചപ്പോൾ മോഷ്ടാവ് അടുക്കളയിലേക്ക് ഓടി. മോഷ്ടാവാണെന്ന് മനസ്സിലായതോടെ ഹാരിസും പിന്നാലെ ഓടി. തുടർന്ന് മോഷ്ടാവുമായി മൽപ്പിടുത്തമുണ്ടായെങ്കിലും ഹാരിസിന്റെ കൈക്ക് കടിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരാൾ ഇങ്ങനെ ഡൈനിങ്ങിൽ നിൽക്കുന്നത് കണ്ടു. ഞാൻ മോനെ വിചാരിച്ച് മോനെ വിളിച്ച്. അത് മോനല്ല, അന്നോ മോനെ വിളിച്ചോ അവൻ ഒറ്റ ഓട്ടം കിച്ചണിലേക്ക്. അങ്ങ് കിച്ചണിലാണ് ലോക്ക് ചെയ്തിന്. അവിടെ എത്തി ഞങ്ങൾ രണ്ടാളും ആടും കൊണ്ടും പിടിച്ച്. അതിപ്പോൾ പിടിച്ചതിൽ അവൻ്റെ കൈക്ക് കടിച്ച്. അതാണിത്. കൈക്ക് കടിച്ചപ്പോൾ ഞാൻ വിടേണ്ടി വന്ന് അപ്സ്റ്റെയറിൻ്റെ മുകളിൽ കയറി മുകളിൽ നിന്ന് ചാടി അങ്ങനെ ഓടി രക്ഷപ്പെട്ടതാണ്. ആളെ കണ്ടിട്ട് മുഖംമൂടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മുഖംമൂടി ഒന്നുമില്ല. എനിക്ക് കണ്ടിട്ടൊരു പിന്നെ അതിഥി തൊഴിലാളിയായി തോന്നുന്നുണ്ട്, ഒരു ബംഗാളിയായിട്ട്. എന്നോട് അവനെ പിടിച്ച സമയത്ത് അവൻ ചോടോ എന്ന് പറയുന്നുണ്ട്. എന്താ പറയാ, ഈ നാട്ടിലിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പിന്നെ ഒരു വീട് കുത്തി തുറന്ന് പിന്നെ സ്വർണ്ണമൊക്കെ മോഷ്ടം പോയും തേങ്ങ അതേപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നിരന്തരം കള്ളന്മാരുടെ ശല്യമാണ്. അതിന് തൊഴിലാളികൾ ഉണ്ട്, നാട്ടുകാരാണോന്നൊന്നും അറിയില്ല. ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല ഒരു ഇടപെടൽ ഇതിൽ അത്യാവശ്യമാണ്. ജനങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ഓടി രക്ഷപ്പെട്ട മോഷ്ടാവിനായി പോലീസ് അന്വേഷണം തുടങ്ങി. പ്രദേശത്ത് മോഷണം പതിവാണെന്നും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. ശബരിമലയിൽ നടയടച്ച ശേഷമുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ബ്ലോഗർക്കെതിരെ കേസ്. പത്തനംതിട്ട ചെങ്ങര സ്വദേശി അനീഷിനെതിരെയാണ് പമ്പ പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ പമ്പ പോലീസിനോടും വനംവകുപ്പിനോടും റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് പോലീസ് നടപടി. കേസെടുത്തതിന് പിന്നാലെ വീഡിയോ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ശബരിമലയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് മൈ സഫാരി വീഡിയോ എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തതിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. നട അടച്ചതിനു ശേഷമുള്ള ശബരിമലയുടെ ദൃശ്യങ്ങൾ എന്ന പേരിലായിരുന്നു വീഡിയോ. പത്തനംതിട്ട ചെങ്ങറ സ്വദേശി അനീഷാണ് വീഡിയോ ചിത്രീകരിച്ച് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ പമ്പ പോലീസിനോടും വനം വകുപ്പിനോടും റിപ്പോർട്ട് തേടിയിരുന്നു. നട അടച്ച ശേഷം ശബരിമലയിൽ അതിക്രമിച്ചു കടന്നാണോ വീഡിയോ ചിത്രീകരണം നടത്തിയതെന്ന കാര്യത്തിൽ വ്യക്തത തേടിയായിരുന്നു സ്പെഷ്യൽ കമ്മീഷണറുടെ ഇടപെടൽ. ഇതിന് പിന്നാലെയാണ് അനീഷിനെതിരെ പമ്പ പോലീസ് കേസെടുത്തത്.
ഏപ്രിൽ 24-നാണ് 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ അനീഷ് എടുത്ത് അപ്ലോഡ് ചെയ്തത്. എന്നാൽ അതിക്രമിച്ചു കടന്നിട്ടില്ലെന്നും മേടമാസ പൂജയ്ക്ക് തൊഴാൻ പോയ താൻ പിറ്റേന്ന് നട അടച്ച ശേഷം തിരികെ വരുന്ന വഴിയാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നും അനീഷ് പറയുന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്ന സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ കേസ് എടുത്തിട്ടുള്ളത്. ന്യൂസ് 18 പത്തനംതിട്ട. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 2.5 കിലോ കഞ്ചാവുമായി യുവതിയടക്കം 2 പേർ ഇടുക്കിയിൽ പോലീസ് പിടിയിൽ. തൊടുപുഴ കാഞ്ഞാർ സ്വദേശിനി സിന്ധു കെ ജോസഫ്, മലപ്പുറം സ്വദേശി സൂഫിയാൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത്. പ്രതികൾ വൻ ലഹരി മാഫിയയിലെ കണ്ണുകളാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കാഞ്ഞാർ മേഖലയിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകമാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി 2 പേരെ പിടികൂടിയത്. കാഞ്ഞാർ സ്വദേശിനി സിന്ധു കെ ജോസഫ്, മലപ്പുറം സ്വദേശി സുഫിയാൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ കട്ടിലിനടിയിൽ 3 പ്ലാസ്റ്റിക് കുപ്പികളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കയ്പ ഭാഗത്ത് കദളിക്കാട് മുതിയാൻമല ഭാഗത്ത് കദളിക്കാട്ട് വീട്ടിൽ സിന്ധു കെ ജോസഫ്, അയാളും സൂഫിയാൻ എന്ന് പറഞ്ഞ ആൾക്ക് ഒരുമിച്ച് താമസിക്കുന്ന വീട്ടില് വിൽപ്പനയ്ക്കായിട്ട് കഞ്ചാവ് സൂക്ഷിച്ചിട്ടുള്ള നമുക്ക് ഈ വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് പോലീസ് പരിശോധിച്ചു. ആ വീടിന്റെ റൂമിൽ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച രീതിയിൽ 3 പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്നായിട്ട് 2.5 കിലോയോളം ഉണക്ക കഞ്ചാവ് ലഭിക്കുകയുണ്ടായി. ആ കഞ്ചാവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 20 പേരെ കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. സുഫിയാൻ മലപ്പുറം മങ്കട പോലീസ് സ്റ്റേഷനിൽ അബ്കാരി കേസുകളിലെയും കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിൽ മോഷണ കേസിലെയും പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് മുക്കത്ത് 2 സ്ഥലങ്ങളിൽ നിന്നായി 3 കിലോയോളം MDMA പിടികൂടിയ കേസിൽ റിമാൻഡിലായ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. പ്രതിയായ മുക്കം പുളപ്പൊയിൽ സ്വദേശി മുഹമ്മദ് ഹനീഫയുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ് ഇയാൾ വൻതോതിൽ ലഹരിമരുന്ന് എത്തിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ മാസം 2-ാം തീയതിയാണ് മുക്കത്തു നിന്നും 2.803 കിലോഗ്രാം MDMA പിടിച്ചത്. കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുക്കം പൂളപ്പൊയിൽ സ്വദേശി പുല്ലമ്പാടിപ്പറമ്പിൽ മുഹമ്മദ് ഹനീഫയെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. മുഹമ്മദ് ഹനീഫയെ പിടികൂടിയ മുക്കം അഗസ്തിമുഴിയിലെ ബസ് സ്റ്റോപ്പ്, ഇയാൾ വാടകയ്ക്കെടുത്ത് MDMA സൂക്ഷിച്ച മണാശ്ശേരി കയ്യരിക്കലിലെ വീട്, പൂളപ്പൊയിലിൽ ഹനീഫയുടെ കടയ്ക്ക് സമീപം വാടകയ്ക്കെടുത്ത വീട് എന്നിവിടങ്ങളിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. താമരശ്ശേരി DYSP കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. തെളിവെടുപ്പിനിടെ തന്റെ കടയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ചെന്ന മാധ്യമപ്രവർത്തകനെ പ്രതി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ജില്ലാ നാർക്കോട്ടിക് സെല്ലിന്റെ ഡാൻസ് ഓഫ് സംഘമാണ് മുഹമ്മദ് ഹനീഫയെ 1/2 കിലോ MDMAയുമായി പിടികൂടിയത്. തുടർന്ന് ചോദ്യം ചെയ്യൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 2 കിലോയിലേറെ MDMA കണ്ടെത്തിയത്. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന കോഴിക്കോട് ബേപ്പൂർ സ്വദേശിനി റെയ്ഹാനത്തിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. മുഹമ്മദ് ഹനീഫ ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും ലഹരിമരുന്ന് എത്തിക്കാറുണ്ടായിരുന്നെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇയാൾ ഇതിനായി നിരന്തരം വിമാനയാത്രകൾ നടത്താറുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്ക് വിമാനത്തിലും തിരിച്ച് ട്രെയിനിലുമാണ് യാത്രകൾ നടത്തിയിരുന്നതെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് 2 പ്രതികളെയും 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. എന്നാൽ മുഹമ്മദ് ഹനീഫയെ മാത്രമാണ് തെളിവെടുപ്പിന് മുക്കത്ത് കൊണ്ടുവന്നത്. താമരശ്ശേരി DYSPയോടൊപ്പം ഡാൻസ് ഓഫ് അംഗങ്ങളും താമരശ്ശേരി പോലീസും തെളിവെടുപ്പിനെത്തിയിരുന്നു. ന്യൂസ് 18 മുക്കം.
മുംബൈയിൽ വൻ ലഹരി വേട്ട. 1745 കോടി രൂപ വില വരുന്ന 349 കിലോ കൊക്കൈൻ പിടിച്ചെടുത്തു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് വൻ ലഹരി മരുന്ന് ശേഖരം പിടിച്ചെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം അറിയിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം 1745 കോടി രൂപ വിലമതിക്കുന്ന 349 കിലോ ഉയർന്ന നിലവാരത്തിലുള്ള കൊക്കൈനാണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. സമീപകാലത്ത് രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ലഹരിമരുന്ന് വേട്ടകളിൽ ഒന്നാണിത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സമൂഹമാധ്യമമായ എക്സിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ലഹരി മാഫിയ സംഘത്തെ തകർക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പറഞ്ഞാണ് അമിത്ഷാ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഒരു ചെറിയ ചരക്കുപിടിയിൽ നിന്ന് ആരംഭിച്ച അന്വേഷണമാണ് വലിയ ഒരു ശൃംഖലയെ തന്നെ വലയിലാക്കുന്നതിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ലഹരി വേട്ട നടത്തിയ NBC ഉദ്യോഗസ്ഥരെ അമിത്ഷാ അഭിനന്ദിച്ചു. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മുംബൈ. കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയ ലഹരി ശൃംഖലയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. നഗരത്തിലെ പ്രമുഖ ലഹരിമരുന്ന് വ്യാപാരിയായ കെവിൻ പിടിയിലായതോടെയാണ് ഉന്നത ബന്ധങ്ങളുള്ള ഇടപാടുകാരുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ലഹരിയുടെ മൊത്ത വിൽപ്പനക്കാരനായ കെവിന്റെ ഇടപാടുകാരിൽ ഡോക്ടർമാരും സിനിമാ താരങ്ങളുമടക്കം സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. കൊച്ചിയിലെ നൈറ്റ് പാർട്ടികളിലും DJ പാർട്ടികളിലും എത്തുന്നവർക്ക് ലഹരി മരുന്നെത്തിക്കുന്ന പ്രധാന വിതരണക്കാരനായിരുന്നു കെവിൻ. മുൻപ് വിവാദമായ കൊച്ചിയിലെ വൈറ്റ് കോളർ ഡ്രഗ് പാർട്ടി കേസുമായി ബന്ധപ്പെട്ടും കെവിന്റെ സാന്നിധ്യം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.